മധ്യപൂർവേഷ്യ വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിന്റെ അരികിൽ നിൽക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ വിദേശനയ ഉപദേഷ്ടാവായ കമാൽ ഖറാസി അമേരിക്കൻ വാർത്താ ചാനലായ CNN നൽകിയ അഭിമുഖത്തിൽ നടത്തിയ പ്രസ്താവനകൾ ലോക രാഷ്ട്രീയത്തിൽ വലിയ പ്രതിധ്വനിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുമായും ഇസ്രയേലുമായും സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇനി നയതന്ത്ര ചർച്ചകൾക്ക് വലിയ പ്രസക്തിയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശം നിലവിലെ സംഘർഷം സാധാരണ രാഷ്ട്രീയ സമ്മർദ്ദം മാത്രമല്ല എന്നും ഒരു വൻ പ്രാദേശിക യുദ്ധത്തിന്റെ സാധ്യതകൾ ശക്തമാകുന്നു എന്നുമുള്ള സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ഖറാസിയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് വെറും രാഷ്ട്രീയ അസഹിഷ്ണുതയല്ല, അതൊരു ആഴത്തിലുള്ള അവിശ്വാസത്തിന്റെ പ്രകടനമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനങ്ങൾ പാലിക്കാത്ത നേതാവാണെന്നും ഇറാനുമായി നടത്തിയ കരാറുകളിൽ പോലും അമേരിക്ക വഞ്ചന കാണിച്ചുവെന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നേരത്തെ നടന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ തന്നെ ആക്രമണങ്ങൾ ഉണ്ടായതായും ഖറാസി ആരോപിക്കുന്നു. ഇതിലൂടെ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മനസ്സിൽ അമേരിക്കയോടുള്ള വിശ്വാസം പ്രായോഗികമായി പൂർണ്ണമായും തകർന്നു എന്നത് വ്യക്തമാണ്. ഇവിടെ പ്രധാനമായുള്ള ചോദ്യം ഇതാണ്: ഇനി ഈ യുദ്ധത്തിന്റെ ദിശ എന്തായിരിക്കും? ഇറാൻ ഇപ്പോൾ പിന്തുടരുന്ന നയം പ്രത്യക്ഷ യുദ്ധം ഒഴിവാക്കി പരോക്ഷ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മധ്യപൂർവേഷ്യയിൽ ഇറാന്റെ സ്വാധീനം നേരിട്ടുള്ള സൈനിക ശക്തിയിലൂടെയല്ല, മറിച്ച് അതിന്റെ കൂട്ടാളികളായ സായുധ ഗ്രൂപ്പുകളിലൂടെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതി വിമതർ, ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല മിലീഷ്യകൾ, ഇവയെല്ലാം ഇറാന്റെ തന്ത്രപരമായ പ്രതിരോധ വലയത്തിന്റെ ഭാഗങ്ങളാണ്. അതിനാൽ അമേരിക്കയോ ഇസ്രയേലോ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒറ്റ രാജ്യത്തിനെതിരായ യുദ്ധമായി മാത്രം നിലനിൽക്കില്ല. മധ്യപൂർവേഷ്യ മുഴുവൻ ഒരേ സമയം തീപിടിക്കാവുന്ന സാഹചര്യം അത് സൃഷ്ടിക്കപ്പെടും. ഇസ്രയേൽ ഇതിനകം തന്നെ ഇറാന്റെ ആണവ പദ്ധതിയെ സ്വന്തം നിലനിൽപ്പിന് വലിയ ഭീഷണിയായി കണക്കാക്കുകയും അത് കാരണമായി യുദ്ധത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവായുധ ശേഷി സ്വന്തമാക്കാൻ അടുക്കുന്നുവെന്ന വിലയിരുത്തലാണ് ഇസ്രയേലിന്റെ പ്രതിരോധ നയത്തെ കൂടുതൽ ആക്രമണാത്മകമാക്കുന്നത്. അതിനാൽ ആവശ്യമെങ്കിൽ പ്രിവെന്റീവ് സ്ട്രൈക്ക് എന്ന രീതിയിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പോലും ആക്രമണം നടത്താൻ ഇസ്രയേൽ തയ്യാറാകുമെന്ന സൂചനകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയുടെ നിലപാട് അതിനേക്കാൾ സങ്കീർണമാണ്. ഒരു വശത്ത് ഇറാന്റെ ആണവ പദ്ധതിയെ നിയന്ത്രിക്കണമെന്ന ഉറച്ച നിലപാട് വാഷിംഗ്ടണിനുണ്ട്. മറുവശത്ത് പുതിയൊരു വലിയ യുദ്ധത്തിൽ നേരിട്ടിടപെടുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ചെലവുകൾ നേരിടേണ്ടി വരുന്നുമുണ്ട്. പ്രത്യേകിച്ച് ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും നിലനിൽക്കുന്ന സമയത്ത് അമേരിക്ക ഒരു മുഴുവൻ യുദ്ധത്തിലേക്ക് കടക്കുന്നത് പൂർണ്ണമായും എളുപ്പമല്ല. എന്നാൽ അതുകൊണ്ട് സംഘർഷം കുറയുമെന്ന് കരുതാനുമാവില്ല. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് നിയന്ത്രിത യുദ്ധം എന്ന രീതിയിലാണ്. അതായത് നേരിട്ടുള്ള വൻ യുദ്ധം പ്രഖ്യാപിക്കാതെ തന്നെ നിരന്തരമായ ആക്രമണങ്ങളും മറുപടി ആക്രമണങ്ങളും നടക്കും. സൈബർ ആക്രമണങ്ങൾ, രഹസ്യ ഓപ്പറേഷനുകൾ, ഡ്രോൺ ആക്രമണങ്ങൾ, കടൽ മാർഗത്തിലുള്ള സംഘർഷങ്ങൾ, ഇവയൊക്കെയാണ് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളത്. ഇതിന്റെ ആഗോള പ്രത്യാഘാതങ്ങൾ അതീവ ഗൗരവകരമായിരിക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെ ലോകത്തിന്റെ വലിയൊരു ശതമാനം എണ്ണയും ഗ്യാസും കടന്നു പോകുന്നുണ്ട്. ഈ കടലിടുക്ക് യുദ്ധത്തിന്റെ ഭാഗമാകുമ്പോൾ ആഗോള ഊർജ്ജ വിപണി കൂടുതൽ ദുർബലമാവുക തന്നെ ചെയ്യും. ആ തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് പിന്നെ എളുപ്പത്തിൽ ലോകത്തിന് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാന ഘടകം ചൈനയും റഷ്യയുമാണ്. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങിയില്ല എങ്കിലും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇത് സംഘർഷത്തെ ഭാവിയിൽ കൂടുതൽ സങ്കീർണമായ ജിയോ പൊളിറ്റിക്കൽ പോരാട്ടമാക്കി തന്നെ മാറ്റും. ഇതിനാൽ ഖറാസിയുടെ പ്രസ്താവന വെറും ഒരു പ്രതികരണം എന്ന നിലയിൽ മാത്രം കാണാൻ പാടില്ല. അത് ഇറാന്റെ പുതിയ നയരേഖയുടെ സൂചനയായേക്കാം എന്ന വിലയിരുത്തലുകളുമുണ്ട്. ഈ നിലപാട് ശക്തമാകുമ്പോൾ യുദ്ധത്തിന്റെ സാധ്യതകൾ കുറയുന്നില്ല, മറിച്ച് കൂടുതൽ അപകടകരമായ രൂപത്തിലേക്ക് നീണ്ടുനിൽക്കുന്ന സംഘർഷത്തിലേക്കാണ് ലോകം നീങ്ങുന്നത്. ഇപ്പോൾ ലോകം ഒരു വിചിത്രമായ സമവാക്യത്തിനുള്ളിലാണ്. ആരും തുറന്ന യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ആരും പിന്നോട്ട് പോകാനും തയ്യാറല്ല. ഈ അവസ്ഥയാണ് ഏറ്റവും അപകടകരം. മധ്യപൂർവേഷ്യയിലെ ഈ സംഘർഷം അടുത്ത മാസങ്ങളിൽ ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്: സംവാദത്തിന്റെ വാതിലുകൾ അടഞ്ഞു പോകുന്ന ഓരോ നിമിഷവും യുദ്ധത്തിന്റെ നിഴൽ കൂടുതൽ നീളുകയാണ്. ലോകം വീണ്ടും ഒരു വൻ ജിയോ പൊളിറ്റിക്കൽ കൊടുങ്കാറ്റിന്റെ അരികിലേക്ക് നീങ്ങുകയാണെന്നതാണ് മറച്ചുവെക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം.